പൊത്തൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 1/2 കിലോ വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റാം. ഇതേപോലെ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതേ അളവിൽ തന്നെ ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഇതിലേക്ക് 1/8 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. കൊക്കോ പൗഡറിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് കാണും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇടുമ്പോഴേക്കും കട്ടയായിട്ട് കിടക്കും. നല്ലതുപോലെ ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ തരികളായതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുന്ന പഞ്ചസാര നല്ല വലിയ തരികളായിരിക്കും. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം 1/4 കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവർ ബീറ്റ് നമ്മൾ ചെയ്യരുത്. വളരെ ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും വളരെ മയത്തിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ബാറ്റർ പൊങ്ങിയിരിക്കുന്നത് മൊത്തം താന്നു പോവും. അപ്പോഴേക്കും കേക്ക് കട്ടിയായിട്ടേ വരത്തുള്ളൂ. അപ്പം നല്ല മയത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അര കിലോയുടെ കേക്ക് ആയതുകൊണ്ട് വളരെ ചെറിയൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ എണ്ണയൊക്കെ തൂത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ കറക്കിയെടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും കൂടുതൽ പ്രാവശ്യം നമ്മൾ കേക്ക് ടിൻ ടാപ്പ് ചെയ്യരുത്. നന്നായിട്ട് പൊങ്ങി നിൽക്കുന്ന ഈ ബാറ്ററിൻ്റെ എയർ ബബിൾസ് എല്ലാം പോയിട്ട് കേക്ക് കട്ടിയായിട്ട് പോകും. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. 25 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒരു ടവൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ചൂട് മാറി വരുമ്പോഴേക്കും നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും കേക്ക് എടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മൾ ഐസിങ് ചെയ്യാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടും എയർ കയറാത്ത വിധത്തിൽ കവർ ചെയ്യുക. ക്ലിങ് ഫിലിം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കേക്ക് ഒട്ടും പൊടിഞ്ഞു പോകാതെ നമുക്ക് അത് ലെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മുകളിലുള്ള ക്രസ്റ്റ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. വിപ്പിംഗ് ക്രീം ഒരു 4-5 മണിക്കൂർ മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴത്തെ തട്ടിൽ വെച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ലിക്വിഡ് ഫോമിൽ അടിച്ചാലേ ഉള്ളൂ നന്നായിട്ട് പതഞ്ഞ് വരത്തുള്ളൂ. അതിൽ കട്ടകളൊന്നും ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ നല്ലപോലെ തണുത്തു ഇരിക്കണം. ആദ്യം ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം മീഡിയത്തിലേക്കും പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴേക്കും ഹൈ സ്പീഡിലും കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. കേക്ക് നമ്മൾ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്താണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഒരു 1/4 കപ്പ് ഷുഗർ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. കൂടുതൽ നേരം തിളപ്പിക്കേണ്ട. ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് പഞ്ചസാര ആ വെള്ളത്തിലൊന്ന് മെൽറ്റായിട്ട് വരുന്ന ടൈം നമ്മളൊന്ന് തിളപ്പിച്ചാൽ മതിയാവും.
ഷുഗർ സിറപ്പും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക. ഹോംമെയ്ഡ് ഗനാഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊക്കോ പൗഡറും പാലും പഞ്ചസാരയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് നടുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു കോട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.